അഖിൽ മാരാറിന്റെ ഒരു ലൈവ് വീഡിയോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ എഡിറ്റഡ് വേർഷൻ അല്ലാതെ അൺഎഡിറ്റഡ് ഇറങ്ങേണ്ട ഒരു ഇടയായി. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൈൻഡ് ഓഫ് ട്രോൾസ് ഉണ്ടായിരുന്നു, കുറെ കൈൻഡ് ഓഫ് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചോ, അതായത് നമ്മുടെ ഒരു എത്തിക്സിനെ ചോദ്യം ചെയ്ത പോലെ ആയോ എന്നൊക്കെ തോന്നിയോ ആ സമയത്ത്? ഇല്ല, ഞാൻ സത്യം പറഞ്ഞ ട്രോൾസും നെഗറ്റീവ് കമന്റ്സും ഇനി ഈവൻ ഫോണിൽ കൂടെ വരുന്ന തെറിവിളികളും പോലും നമ്മളെ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ബാധിക്കില്ല. ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അതിനെ ആ ഒരു മാനസികാവസ്ഥയിൽ എടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മളെ തെറി വിളിക്കുന്നവരോട് നമുക്കതിന് ദേഷ്യം വരാത്തൊരവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. ഗ്രാജുവലി നമ്മൾ അതിനോട് അങ്ങനെ ആവും. ഈ പറയുന്ന ആ ജനകയോട് എന്ന് പറഞ്ഞാൽ ജനകയോട് നമ്മൾ ഷൂട്ട് ചെയ്യാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ 1 hour 40 minute ഷോയേ ഉള്ളൂ. 1 മണിക്കൂർ. അതിൽ 2 പരസ്യം 2 ബ്രേക്ക് ഉണ്ടാവും. മൊത്തത്തിൽ നമുക്ക് മാക്സിമം ഒരു 45 minutes നമുക്ക് കിട്ടുള്ളൂ, 2 ബ്രേക്ക് കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വാദപ്രതിവാദം നമുക്ക് ചോദിക്കാനുള്ള സാധനം എന്ന് ചിലപ്പോൾ റോൾ ചെയ്ത് അങ്ങ് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പോകും. എന്ന് പറഞ്ഞാൽ അവിടെ സമയത്ത് പറ്റില്ല. ഇനി ആ സംഭവം നമ്മൾ 2 എപ്പിസോഡ് ചിലപ്പോൾ ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ വെറും തർക്കം മാത്രമേ നമുക്ക് കണ്ടന്റ് കിട്ടൂല. പിന്നെ ഇപ്പൊ അഖിൽ നമ്മുടെ സുഹൃത്താട്ടോ, പണ്ട് മുതലേ എനിക്ക് അറിയാവുന്നതാണ്. അഖിൽ പണ്ടും മാതൃമയുള്ള ഞാൻ സ്ഥിരം ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ വീട് പന്തലമാണ്, അഖിലിൻ്റെ വീട് കൊട്ടാരക്കരയാണ്. എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന വളരെ അടുത്ത സുഹൃത്തുമാണ് അഖിൽ. അപ്പൊ ഈ പറയുന്നതിനകത്ത് നമുക്ക് നല്ല തർക്കം ഉണ്ടായി. പക്ഷെങ്കിൽ നമുക്കത് 2 എപ്പിസോഡ് വിടാനുള്ള കണ്ടന്റ് ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറെ ട്രിം ചെയ്തു, ഷൂട്ട് ചെയ്തു, 45 minutes ആക്കി. സ്വാഭാവികമായിട്ട് അതിൽ പരാതി ഉണ്ടായി. നമ്മളിങ്ങനെ ഓൺ-എയറിൽ ലൈവിൽ ഈ പറയുന്ന എഡിറ്റഡ് വെർഷൻ വിടുകയും അല്ല ഡിജിറ്റൽ ഫോർമാറ്റിൽ അൺഎഡിറ്റഡ് വിടുകയും നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ചെയ്തു. കാരണം അത് ആള് കണ്ടോട്ടെ. ഞങ്ങള് ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ ആ വിഷയത്തിൽ മാത്രം നമ്മൾ നേരത്തെയും അതുപോലെ ജനകയോട് അൺഎഡിറ്റഡ് മൊത്തത്തിൽ ഡിജിറ്റൽ നമുക്ക് ആ പരിമിതി ഇല്ലല്ലോ, വിടാമല്ലോ, കാണേണ്ടവർ കാണുകയും ചെയ്യാം. മുന്നേ നമ്മൾ പറയണ്ടായി പ്രിപ്പയർ ചെയ്യുന്ന കാര്യം സ്വയം പോളിഷ് ചെയ്ത് വെക്കാന്ന് പറയുന്ന ഒരു കാര്യം ആസ് എ ജേർണലിസ്റ്റ് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ സ്വയം പോളിഷ് ചെയ്യാൻ എന്താണ് ചെയ്യാറ്? ഇനി പുതിയ ആസ്പിറൻസിനുണ്ടെങ്കിലും ഒരു ഇതാവുമല്ലോ. അല്ല, നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഷോ ബിസിനസ്സാണ്. നല്ല കോമ്പറ്റീഷൻ ഫീൽഡാണ്. നമ്മൾ നിൽക്കുന്ന നമ്മുടെ റേറ്റിംഗ് അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യം കിട്ടൂ. പരസ്യം കിട്ടിയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക്. ബാക്കി ഈ പറയുന്ന മാധ്യമ ധാർമ്മികത, ഈ പറയുന്ന ഫുൾ കൺസെപ്റ്റിനപ്പുറം ഇതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പറയുന്ന പരിപാടിയാണ്. നമുക്ക് ആ കോമ്പറ്റീഷൻ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയി പറ്റുള്ളൂ. നമ്മൾ ഈ ലോകത്ത് നടക്കുന്നതിനെ പറ്റിയും നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളെ പറ്റിയും ഒക്കെ നന്നായി അറിവുണ്ടായാലേ പറ്റുള്ളൂ. അതിന് ഡെയിലി ബേസ് തന്നെ നമ്മൾ നമ്മുടെ നോളജ് ബേസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് സാധനം. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഓട്ടമാണ് നമ്മൾ ട്രെൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പണ്ട് നമ്മുടെ ഒരു കാലം നോക്കിക്കഴിഞ്ഞാൽ TV-യിൽ നേരെ ഇരുന്ന് ന്യൂസ് കാണുന്ന ഒരു കാലമായിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മൾ യൂട്യൂബിലാണ് എല്ലാവരും പെട്ടെന്ന്. ഞാനാണെങ്കിൽ 24 ന്യൂസ് ഓൺലൈൻ അങ്ങനെ ലൈവ് അങ്ങനെ എടുത്തായിരിക്കും നോക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രെൻഡിങ് ആവാനുള്ള പാച്ചില് ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്യാണ്ട് ന്യൂസ് പെട്ടെന്ന് വിടണം, അങ്ങനത്തെ രീതികൾ അല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മത്സരം, നമ്മൾ ഫസ്റ്റ് ആവണം എന്നുള്ളൊരു മത്സര ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ആ മത്സര ബുദ്ധിയിൽ നമുക്ക് തെറ്റുകൾ പറ്റാം. ഓഫ് കോഴ്സ് തെറ്റുകൾ പറ്റാം. എന്നാലും പരമാവധി ഫാക്ട് ചെക്ക് ചെയ്ത് ഫുൾ പ്രൂഫായിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ നെസസിറ്റി എങ്കിലും അതിൻ്റെ ആവശ്യകതയെങ്കിലും. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ ഓട്ടപ്പാച്ചയിൽ മത്സരത്തിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം. നമ്മൾ മനുഷ്യന്മാരാണ്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പറ്റിയത് തെറ്റാണ് എന്നങ്ങ് തുറന്നു പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തെറ്റ് പറ്റിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ചേട്ടനെ തന്നെ അനാലിസിസ് ചെയ്യുമ്പോൾ ചേട്ടൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ചോദിച്ചാൽ അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാലേ നമ്മുടെ ഒരു നടപ്പ് രീതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ ഒരു പക്ഷെ അത് വിമർശന വിധേയമായേക്കാം. ചിലപ്പോൾ അത് പൊളിഞ്ഞു പോയേക്കാം. ചിലപ്പോൾ അത് ആൾക്കാർ സ്വീകരിക്കാതെ പൊളിഞ്ഞു പോയേക്കാം. എന്നാൽ പോലും നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈല് ഡെവലപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ വേറിട്ട് നിൽക്കാൻ പറ്റും.
അത് തന്നെയാണ് വിജയം എന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഞാൻ ബോധപൂർവ്വം ചെയ്തൊന്നുമല്ല കേട്ടോ. ബോധപൂർവ്വം നമ്മൾ വഴിമാറി പോകാൻ വേണ്ടി ചെയ്യും. എൻ്റെ രീതി ഇതാണ്. അത് കാരണം ആ വഴി പോയി. പക്ഷെ അതെപ്പോഴെങ്കിലും ഈ 24 ന്യൂസിൽ വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി അങ്ങനെ ഞാൻ മീൻസ് മറ്റേടത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് നമ്മൾ ഇരുന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു സ്പേസ് ഉള്ള പോലെ തോന്നി. ഉണ്ട് എന്ന് പറയും. 24 നമ്മൾ സത്യം പറഞ്ഞാൽ ദൃശ്യമാധ്യമ ചരിത്രത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ചാനലാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നടപ്പ് ഇപ്പം ഞാൻ പറയുന്നത് പണ്ട് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യ ആവശ്യം വന്നതിന് ശേഷം അതിൻ്റെ 24/7 ന്യൂസ് കൾച്ചറിൽ വരുമ്പോൾ ഒരു വലിയ പാരഡൈം ഷിഫ്റ്റാണ് അവിടെ ഉണ്ടായത് ഈ പറഞ്ഞ ന്യൂസിൻ്റെ മേഖലയിൽ. അത് കഴിഞ്ഞ് പിന്നീട് ഇന്ത്യ ആവശ്യൻ്റെ കുറേ ഞാൻ പറഞ്ഞത് പിന്നീട് മാതൃക ഇന്ത്യ ആവശ്യമാണ് കുറേ നാളിങ്ങോട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വരുന്നു 24 വരുമ്പോഴത്തേക്ക് അതിൻ്റെ വേറൊരു ഷിഫ്റ്റാണ് ഉണ്ടായത്. ഇപ്പം ഇനി അതിൻ്റെ തുടർച്ചയിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണ് അതുവരെ ഇല്ലാത്ത വാർത്താ സങ്കല്പത്തെ മാറ്റി വേറൊരു സാധനം കൊണ്ട് വെക്കുമായിരുന്നു. അത് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് കുറച്ചുകൂടെ ഇഴുകി നിൽക്കുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന സംഭവമായിരുന്നു. അത് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ വേറിട്ട് ചോദിച്ചു വന്നത് മീൻസ് അങ്ങനെ ഒരു സ്പേസ് 24 വന്നതിന് ശേഷമാണോ ലഭിച്ചതെന്ന് തോന്നുന്നു, ഒരു സെൽഫ് ഐഡന്റിറ്റി കാണിക്കാൻ? ഉറപ്പായിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് 24 നമുക്ക് വലിയ സപ്പോർട്ട് വന്നിട്ടുണ്ട്. SK സാർ അടക്കം നമ്മളെ ഭയങ്കര ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ശരിക്കും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ പറഞ്ഞു എന്താണെന്നുള്ളത്. ഒരു പഴി കേൾക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? ഒരു അവതാരകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഈ ഒരു വിഷയത്തിലാന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് കുറച്ച് ഇമോഷണൽ ആവാറുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പിന്നെയും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ ഒന്ന് കാമായിട്ടും കണ്ടന്റായിട്ടും ഇരിക്കാന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിജയിക്കും അതിൽ. അപ്പോൾ 3 ഷോസ്, ഒന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതുണ്ട് ചില സമയങ്ങളിൽ, എൻകൗണ്ടർ പ്രൈം ചെയ്യുന്നുണ്ട്, ജനകീയ കോടതി ചെയ്യുന്നുണ്ട്. ഈ 3 പ്രോഗ്രാമിൽ വെച്ചിട്ട് കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലുള്ള സാധനമാണല്ലോ. ഇപ്പം ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ 24 ആകെ ഒരു റെക്കോർഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ജനകീയ കോടതി മാത്രമാണ്. അത് നമ്മൾ മണ്ണിയുടെ നമ്മുടെ വേറൊരു ഫ്ലോറിലാണ്. 24 ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വേറൊരു ഫ്ലോറുണ്ട്. ആ ഫ്ലോറിലാണ് അത് ഷൂട്ട് ചെയ്യുക. അത് നേരത്തെ റെക്കോർഡിംഗ് ആണ്, എഡിറ്റിംഗ് ആണ് സാധനം. നമ്മൾ നേരത്തെ നമ്മുടെ ഗസ്റ്റുകൾ അറിവുണ്ട്, നമുക്ക് നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങളാണ് ചോദിക്കുക. അതിന് കൗണ്ടർ ഗസ്റ്റ് ഉണ്ട്. അതൊരു കുറച്ചുകൂടെ പാക്കഡ് സാധനമാണത്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് എനിക്ക് തോന്നിയ സാധനം. കുറച്ച് കംഫർട്ടബിൾ ആണ് എനിക്ക് തോന്നുന്നത്. ചലഞ്ചിങ് ഇപ്പം എൻകൗണ്ടർ പ്രൈമും നമ്മളിപ്പം കുറച്ച് നാളായിട്ട് പണി ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് നാളായിട്ട് പണി ചെയ്യുന്നത് കാരണം നമുക്ക് എന്താണ് ഞാൻ എല്ലാ വിഷയത്തിലും അപ്ഡേറ്റഡ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ആ ചർച്ചയിൽ വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അതിനോട് പ്രതികരിക്കാനുള്ള അറിവ് നമുക്കുണ്ട്. നോളജ് ബേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം അറിയുമെന്ന് പറയുന്നല്ലോ കേട്ടോ. ഒരു പരിധി വരെ ഉണ്ടെന്നുള്ളതാണ് ധാരണ. പക്ഷെ മറ്റേ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് സാധനമാണ്. ലൈവ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എൻ്റെ വ്യക്തിപരമായ കപ്പാസിറ്റി പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും വയനാടൊക്കെ പോയി അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം കലോത്സവ അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഞാൻ ബുദ്ധിമുട്ടല്ല. ഞാൻ പറഞ്ഞത് വയനാട് ഇപ്പം പോയി. വയനാട് ദുരന്തമാണല്ലോ. നമ്മൾ കാണുന്നത് ഒരുപാട് മൃതദേഹങ്ങൾ കാണും. നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ബോഡി നമ്മൾ കാണുന്നുണ്ട്. സങ്കടങ്ങൾ മാത്രമാണ്. എനിക്ക് സങ്കടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വിഷമം വരും. അതെന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടർക്ക് യോജിച്ച സാധനമല്ല. റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വാർത്തയാണ്. ആ വാർത്ത വേണമെങ്കിൽ മരം പോലെ നിന്ന് ആൾക്കാരോടൊന്ന് പറയാന്നുള്ളതാണ് പ്രധാനം. നമ്മളങ്ങനെ നിൽക്കണം. അതായത് നമ്മൾ ആ ഇമോഷൻ ഇപ്പോൾ വീണു പോരുത്. അപ്പൊ അത് കാരണം അങ്ങനെ ഒരു പ്രശ്നത്തുണ്ട്. ഇപ്പൊ ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഇത് 3 ചലഞ്ചിങ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ തുടക്കം മുതൽ റിപ്പോർട്ടിങ് ചെയ്തു വന്ന ഒരു റിപ്പോർട്ടർക്ക് അത് വളരെ ഈസി ആയിരിക്കും. പക്ഷേ ഞാൻ അത്രത്തോളം ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്.